നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി ഔദ്യോഗികമായി സമർപ്പിക്കുകയാണ്. 2028 ഡിസംബറോടെ അടുത്ത 3 ഘട്ടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വർഷം 45 ലക്ഷം കണ്ടെയ്നർ ശേഷി തുറമുഖം കൈവരിക്കുകയാണ്. ഔദ്യോഗിക കമ്മീഷനിങ്ങിന് മുന്നേ തന്നെ ചരക്കു കപ്പലുകളുടെ ഇഷ്ടകേന്ദ്രമായി വിഴിഞ്ഞം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. 600-620 മീറ്ററിൽ 2 മൾട്ടിപർപ്പസ് ബെർത്തുകൾ കൂടി പൂർത്തിയാകുന്നതോടെ കൂടുതൽ കപ്പലുകൾ ഒരേ സമയം ഇനി അടുപ്പിക്കുവാനാകും. ബങ്കറിംഗ് സൗകര്യത്തോടെയുള്ള 280 മീറ്ററിൽ വരുന്ന ലിക്വിഡ് കാർഗോ ബെർത്തിൽ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുവാനുള്ള സൗകര്യവും ഇനിയുണ്ടാകും. ലോകത്തിലെ വമ്പൻ കപ്പലുകൾ വളരെ ഈസി ആയിട്ടാണ് തുറമുഖത്ത് വന്ന് മടങ്ങിപ്പോകുന്നത്. പുറംകടലിൽ നിന്നും ബെർത്തിങ്ങിന് കപ്പലിനെ ഇവിടെ എത്തിക്കുന്ന മോറിംഗ് പ്രക്രിയയും വിഴിഞ്ഞത്ത് എളുപ്പമാണ് എന്നാണ് കപ്പൽ കമ്പനികൾ പറയുന്നത്. ഒരു മദർ വെസലും ഒരു ഫീഡർ വെസലും അല്ലെങ്കിൽ ഒരേ സമയം 3 ഫീഡർ വെസലുകൾ ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യുന്നുണ്ട്. കപ്പൽ തുറമുഖത്തെത്തിക്കുന്നതിനുള്ള ഷിപ്പിംഗ് ഏജന്റുമാർ, കസ്റ്റംസ്, എമിഗ്രേഷൻ അധികൃതർ, കോസ്റ്റ് ഗാർഡ്, മറൈൻ കൺട്രോൾ റൂം ഇവയെല്ലാം സജീവമായി വളരെ വേഗത്തിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നതാണ് ഇത്ര വേഗത്തിൽ കപ്പലുകൾക്ക് ഇവിടെ ബെർത്തിങ് നടത്തുവാൻ കഴിയുന്നതിന് കാരണം. വിഴിഞ്ഞത്തെ കരുത്തരായ പ്രാദേശിക മേഖലയിലെ യുവാക്കളെ തിരഞ്ഞെടുത്ത് വിദഗ്ധ പരിശീലനം നൽകിയാണ് വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനി മൂറിങ്ങിന് നേതൃത്വം നൽകുന്നത്. വൈകാതെ തന്നെ വമ്പൻ ഷിപ്പിംഗ് കമ്പനികളായ എവർഗ്രീനും ഹുണ്ടായിയും ഇവിടെ എത്തുമെന്ന് അറിയുന്നുണ്ട്. ട്രയൽ റൺ തുടങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളമുണ്ട് എന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ദക്ഷിണേഷ്യയിലെ മറ്റു തുറമുഖങ്ങളിൽ പോലും ഇതുവരെ അടുക്കാതിരുന്ന കൂറ്റൻ കണ്ടെയ്നർ കപ്പലുകളാണ് വിഴിഞ്ഞത്ത് എത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC അവരുടെ ദക്ഷിണേഷ്യയിലെ പ്രധാന ഹബ്ബായി വിഴിഞ്ഞത്തെ ഉറപ്പിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര കപ്പൽ ചാലിൻ്റെ ഏറ്റവും അടുത്ത് 20,000 TEUക്ക് മുകളിൽ ശേഷിയുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ അടുപ്പിക്കുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. ഏറ്റവും കുറച്ച് ടേൺ ഓവർ സമയം, അതായത് കയറ്റിറക്ക് കഴിഞ്ഞ് കപ്പലുകൾക്ക് തുറമുഖം വിടുവാൻ കഴിയുന്ന സമയം അത് വിഴിഞ്ഞത്തിനുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ കണ്ടെയ്നർ നീക്കത്തിനായി ഇന്ത്യ ആശ്രയിച്ചിരുന്ന കൊളംബോ തുറമുഖത്ത് ഇപ്പോൾ കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണത്തിൽ വിഴിഞ്ഞം വന്നതോടെ വൻ ഇടിവാണ് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ 2 പ്രധാന കപ്പൽ സർവീസുകളിൽ വിഴിഞ്ഞം ഉൾപ്പെട്ടു എന്നതാണ്. ഒന്ന് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന വമ്പൻ കപ്പലുകളുള്ള ജേഡ് സർവീസ്, മറ്റൊന്ന് ഏഷ്യയെയും മിഡിൽ ഈസ്റ്റിനെയും ബന്ധിപ്പിക്കുന്ന ഡ്രാഗൺ സർവീസ്. ഇത് രണ്ടിലും വിഴിഞ്ഞം പ്രധാന കണ്ണിയായി മാറിക്കഴിഞ്ഞു. നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യക്ക് ഇനി ട്രാൻസ്ഷിപ്മെൻറ്റിന് വിഴിഞ്ഞം തന്നെ മതിയാകും. ചരക്കു നീക്ക ചെലവിൽ തന്നെ 1000 കോടിയുടെ ലാഭമാണ് ഇതുമൂലം ഇന്ത്യക്കുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ 7700 കോടിയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ചിലവ് കണക്ക് നോക്കിയാൽ 3000 മീറ്റർ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് 1463 കോടി, ഡ്രഡ്ജിംഗ്, ബെർത്ത് നിർമ്മാണം, ടെർമിനൽ സജ്ജീകരണം, തുറമുഖ റോഡ് നിർമ്മാണം എന്നിവയ്ക്ക് 4089 കോടി, റോഡ്, റെയിൽ, സ്ഥലമേറ്റെടുക്കൽ എന്നിവയ്ക്ക് 2148 കോടി എന്നിങ്ങനെയാണ്. ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നതിനുള്ള തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. അദാനി ഗ്രൂപ്പ് 2498 കോടി മുടക്കും. കേന്ദ്രത്തിൽ നിന്ന് 817 കോടിയുടെ VGFും ലഭിക്കും. അടുത്ത ഘട്ടങ്ങൾക്കുള്ള 10,000 കോടി അദാനി ഗ്രൂപ്പ് സ്വന്തമായി മുടക്കുകയാണ്. ഇതുവരെ സർക്കാരിന് ലഭിച്ച വരുമാനം നോക്കിയാൽ ചൈനയിൽ നിന്നും എത്തിച്ച 32 ക്രെയിനുകളിൽ നിന്ന് 334 കോടി GST ആയി ലഭിച്ചു. ക്രെയിനുകൾക്ക് മാത്രം 2000 കോടിയാണ് അദാനി ഗ്രൂപ്പ് ചിലവാക്കിയത്. കപ്പലുകളും കണ്ടെയ്നറുകളും എത്തിയ ഇനത്തിൽ ഇതുവരെ 43.74 കോടി GST സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതോടെ ആ ഇനത്തിൽ 80 കോടി വരെ GST പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കപ്പൽ എത്തുമ്പോൾ ഉദ്ദേശം 1 കോടി വരെ യൂസർ ഫീ ഇനത്തിൽ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നു എന്ന കണക്ക് നോക്കിയാൽ തന്നെ ഇതുവരെ എത്തിയ കപ്പലുകളിൽ നിന്ന് 243 കോടിയോളം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര ചരക്കു നീക്കം, അതായത് റോഡ്, റെയിൽ മാർഗമുള്ള ചരക്കു നീക്കം തുടങ്ങുന്നതോടെയാണ് GST ഇനത്തിൽ വൻ വരുമാനം സർക്കാരിന് ലഭിച്ചു തുടങ്ങുക. അത് 2028 നടക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തുറമുഖ പ്രവർത്തനം തുടങ്ങി 15 വർഷത്തിനു ശേഷം സർക്കാരിന് വരുമാനത്തിൻ്റെ പങ്ക് ലഭിച്ചു തുടങ്ങും. ഡ്രഡ്ജിംഗ് ഇല്ലാതെ തന്നെ 20 മീറ്റർ മുതൽ 24 മീറ്റർ വരെ ആഴം എപ്പോഴും നിലനിൽക്കുന്ന അപൂർവ തുറമുഖമാണ് വിഴിഞ്ഞം. ഇവിടെ എത്തിയ കപ്പലുകളുടെ കണക്ക് നോക്കിയാൽ 32 മുതൽ 44 മീറ്റർ വരെ വീതിയും 366 മുതൽ 400 മീറ്റർ വരെ നീളവും
16 മുതൽ 18 മീറ്റർ വരെ ഡ്രാഫ്റ്റും 24,000 TEU ശേഷിയുമുള്ള വമ്പൻ മദർ വെസലുകൾ ഇവിടെ സുഗമമായി വന്നുപോയി. അതുകൂടാതെ 2000 TEU ശേഷിയുള്ള 120 മുതൽ 18 മീറ്റർ നീളവും 17 മുതൽ 32 മീറ്റർ വീതിയും 7 മുതൽ 12 മീറ്റർ വരെ ഡ്രാഫ്റ്റുമുള്ള നിരവധി ഫീഡർ വെസലുകളും വന്നുപോയി. വിഴിഞ്ഞം കേരളത്തിനാകെ വലിയൊരു കുതിപ്പ് വരും കാലങ്ങളിൽ നൽകും എന്നാണ് പ്രതീക്ഷ. ഉൾനാടൻ ജലഗതാഗതം, ചെറു തുറമുഖങ്ങൾ, കൂടുതൽ തൊഴിൽ സാധ്യതകൾ, പ്രാദേശിക ഉൽപ്പാദന മേഖല, ലോജിസ്റ്റിക്, മാരിടൈം മേഖല, മാനുഫാക്ചറിംഗ്, അസംബ്ലിംഗ്, ഭക്ഷ്യസംസ്കരണം, സുഗന്ധവ്യഞ്ജന കയറ്റുമതി, ക്രൂ ചേഞ്ചിങ് തുടങ്ങി നിരവധി മേഖലകളിൽ നിക്ഷേപങ്ങൾക്ക് സാധ്യതയേറുകയാണ്. 2 ആഴ്ച കൊണ്ട് ഇവിടുത്തെ ഉൽപ്പന്നം ലോകത്തെവിടെയും എത്തിക്കാമെന്നതാണ് വിഴിഞ്ഞം കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം. ഇതുകൂടാതെ ഷിപ്പിംഗ്, ഹോസ്പിറ്റാലിറ്റി, അക്കൗണ്ടിംഗ്, മാനേജ്മെൻറ്റ്, ബിസിനസ് എക്കണോമിക്സ്, ഡാറ്റ മാനേജ്മെൻറ്റ്, അനലറ്റിക്സ്, ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വ്യാപാര വിനിമയം, ഫിഷറീസ് ടെക്നോളജി, സംസ്കരണം, വിപണനം, ക്വാളിറ്റി ചെക്കിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് വരും കാലത്ത് നിരവധി തൊഴിലവസരങ്ങൾ നാട്ടിൽ തന്നെ ഒരുങ്ങുകയാണ്. ലോകമെമ്പാടും മാരിടൈം മേഖലയിൽ അറിവുള്ളവരുടെ വലിയൊരു ക്ഷാമം ഉണ്ടെന്നാണ് കണക്ക്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും നേരിട്ട് ലഭിക്കുന്ന വരുമാനത്തേക്കാൾ പരോക്ഷമായി ഉണ്ടാകുന്ന അനുബന്ധ വികസനങ്ങൾ, അതിലാണ് നാടിൻ്റെ യഥാർത്ഥ പുരോഗതി മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം വളരെ ദീർഘവീക്ഷണത്തോടെ വരും നാളുകളിൽ നടപ്പിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.